എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൻറ്റൻസിൽ ഡിഡ് ഉപയോഗിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഡിഡ് ഉപയോഗിക്കുമ്പോൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ പാടില്ല. ഇതേ ഞാൻ പറയാനുള്ള പ്രധാന കാരണം, പലരുടെയും ഇംഗ്ലീഷ് സംസാരം കേൾക്കുമ്പോൾ ഡിഡ് ഉപയോഗിക്കുകയും ഡിഡ് കഴിഞ്ഞ ഉടനെ തന്നെ ആ സെൻറ്റൻസിലുള്ള വാക്ക് പാസ്റ്റ് ടെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നതും കാണാം. ഡിഡ് എന്ന് പറഞ്ഞാൽ തന്നെ പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഡിഡ് ഐ ടെൽ യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് പറഞ്ഞോ. ഡിഡ് ഉപയോഗിച്ചത് കൊണ്ട് ഐ ടെൽ യു എന്നാ പറയുക, ഐ ടോൾഡ് യു എന്ന് പറയില്ല. എന്ന് പറഞ്ഞാൽ ഡിഡ് ഐ ടോൾഡ് യു എന്ന് പറയില്ല. കാരണം ഡിഡ് ഓൾറെഡി, ടോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടെൽ എന്ന് പറഞ്ഞാൽ പറയുക, ടോൾഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു. അപ്പോൾ ഡിഡ് ഐ ടോൾഡ് യു എന്ന് പറയണ്ട, കാരണം ഡിഡ് ഐ ടെൽ യു, ഡിഡ് ഉപയോഗിച്ചത് കൊണ്ട് ഐ ടെൽ യു. അനദർ എക്സാമ്പിൾ, ഡിഡ് യു ഗോ ടു ഓഫീസ്, ഡിഡ് യു വെൻഡ് എന്നോ ഡിഡ് യു ഗോസ് എന്നോ അങ്ങനെ പറയില്ല. കാരണം ഡിഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഗോ, വെൻഡ് പറയേണ്ട കാര്യമില്ല. ഡിഡ് യു ഗോ ടു ദ ഓഫീസ്, ഡിഡ് യു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ. ഡിഡ് യു ഏറ്റ് എന്ന് പറയണ്ട, ഡിഡ് യു ഈറ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് പറയരുത്. ഐ ഡിഡ് നോട്ട് ടെൽ യു, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല. അത് ചുരുക്കി പറയുമ്പോൾ ഐ ഡിഡിൻ ടെൽ യു. ഐ ഡിഡിൻ ടോൾഡ് യു എന്ന് പറയില്ല. എന്തുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം പറയുന്നത് എന്ന് പറഞ്ഞാൽ, പല ആൾക്കാരും, അധികവും ഈ എക്സ്പാട്രിയസ് അറബ്സ് സംസാരിക്കുന്നത് കേൾക്കാം. ഈ പലസ്തീൻ, ജോർദാനിയൻ അറബ്സ് സംസാരിക്കുമ്പോൾ പലപ്പോഴും കേട്ടു വരുന്നതാണ് ഐ ഡിഡിൻ ടോൾഡ് യു എന്ന് പറയുന്നത് കേൾക്കാം. ഐ ഡിഡിൻ ടെൽ യു എന്നാണ് അതിൻ്റെ ശരിയായ സെൻറ്റൻസ്. ഐ ഡിഡിൻ ടെൽ യു, ഐ ഡിഡിൻ ടോൾഡ് യു എന്ന് പറയില്ല. അപ്പോൾ എപ്പോഴും ഡിഡ് ഉപയോഗിക്കുന്ന സെൻറ്റൻസിൽ ഇങ്ങനെയുള്ള പാസ്റ്റ് ടെൻസായ വെർബ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കുക. ഡിഡ് യു നോ ദാറ്റ്, അത് കണ്ടോ, ഡിഡ് യു നോ, നോ അതായത് വെർബ് നോ, ന്യൂ എന്ന് പറയുന്നില്ല. KNOW, KNEW അല്ല. ഡിഡ് യു നോ ദാറ്റ്, ഹൗ ഡിഡ് യു നോ, നീ എങ്ങനെ അറിഞ്ഞു. ഹൗ ഡിഡ് യു ന്യൂ എന്ന് പറയില്ല, KNEW പറയില്ല, KNOW എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസ് അല്ലാണ്ട് പാസ്റ്റ് പറയില്ല അവിടെ, ബിക്കോസ് ഡിഡ് ഓൾറെഡി ഉപയോഗിച്ചത് കൊണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ശേഷം വരുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അങ്ങനെ മറ്റൊരു വിഷയവുമായി എത്തുന്നതുവരെ see you.